ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ ആർക്കാണടാ കഴിയുക? കാരണം എന്തെന്നറിയുമോ? അനൗവലുഹാ, ഇതിന്റെ തുടക്കക്കാരൻ ഞാനാണ്. വൽ മഹ്ദി വസ്തുഹാ, ഇതിന്റെ മധ്യത്ത് നിൽക്കുന്നത് ഇമാം മഹ്ദിയാണ്. വഈസാ ആഖിറുഹാ, ഇതിന്റെ അവസാനത്ത് നിൽക്കുന്നത് റൂഹുല്ലാഹി ഈസയാണ്. മുമ്പിൽ നിൽക്കുന്നത് ഞാനാണടാ, നടുവിൽ താങ്ങിപ്പിടിക്കുന്നത് ഇമാം മഹ്ദിയാണടാ, ഇതിന്റെ അവസാനം നിൽക്കുന്നത് റൂഹുല്ലാഹി ഈസയാണടാ. ആർക്കാണ് എന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ കഴിയുക? ആർക്കാണ് എന്റെ ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ കഴിയുക? എത്ര അബൂ ഖുറൈബുകൾ ജനിച്ചാലും, എത്ര ഖുർആനുകൾ പിച്ച് ചീന്തിയാലും, എത്ര മുസ്ലിമീങ്ങളുടെ ശിരസറ്റ കബന്ധങ്ങൾ കൊണ്ട് തേരോട്ടം നടത്തിയാലും, ഏതൊക്കെ ബോംബുകൾ വർഷിച്ചാലും, എത്ര നാപ്പാം ബോംബുകൾ ഉണ്ടായാലും, ആയിരക്കണക്കിന് ബോംബുകളെ സംവിധാനിക്കുന്ന പെന്റഗൺ എത്ര കുതിച്ചുയർന്നാലും, എന്റെ സമുദായത്തെ നശിപ്പിക്കാൻ, എന്റെ സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ, തുടച്ചു മാറ്റാൻ ഒരു മനുഷ്യനും കഴിയില്ല. കാരണം ഇതിന്റെ തുടക്കത്തിൽ നിൽക്കുന്നത് ഞാനല്ലയോ, മദ്യം താങ്ങുന്നത് മഹ്ദിയല്ലയോ, അവസാനം നിൽക്കുന്നത് റൂഹുല്ലാഹി ഈസയല്ലയോ എന്നാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ലോകം മുഴുവനും വാർത്ത പരതുകയാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതു ഇമാമായി ഇമാം മഹ്ദി വരികയാണ്. ലോകരാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഇമാം മഹ്ദിയെ ബൈഅത്ത് ചെയ്യുന്നു. ലോകം മുഴുവനും ഇസ്ലാമിന്റെ തണലിലോട്ട് കടന്നു വരുന്നു. എല്ലായിടത്തും ശാന്തിയും സമാധാനവും തിരിച്ചു വരുന്നു. മർദ്ദനങ്ങൾക്ക് വിരാമമിടപ്പെടുന്നു. പിന്നീട് മർദ്ദനങ്ങളില്ല, പിന്നീട് പീഡനങ്ങളില്ല, ശത്രുക്കളില്ല. ലോകം മുഴുവനും ഇമാം മഹ്ദിയുടെ കീഴിൽ ഒരു കള്ളമില്ല, പൊളിവചനമില്ല, അശാന്തിയില്ല, വൈതരണികളില്ല, കലാപങ്ങളില്ല, കാലുഷ്യതകളില്ല, ഒന്നുമില്ലാതെ ഇമാം മഹ്ദിയുടെ പുറകില് ലോകം മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ, ഇമാം മഹ്ദി ലോക മുസ്ലിമീങ്ങളുടെ നായകനായി ഇമാം മഹ്ദി ഭരണം നടത്താൻ തുടങ്ങുമ്പോ, അതാ ഇമാം മഹ്ദിയെ വകവരുത്താൻ വേണ്ടി യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ഏതാണ്ട് 96,000-ഓളം വരുന്ന ആളുകൾ, 96,000-ഓളം വരുന്ന ആളുകൾ ഇമാം മഹ്ദിയെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു സൈന്യം പുറപ്പെടും. ആ സൈന്യം 8 ഭാഗമായിട്ടായിരിക്കും വരിക. 8 പേര് കൊടി പിടിക്കും. ഓരോ കൊടിയുടെ കീഴിലും 12,000 പേര് വെച്ച് 96,000 പേര് ഇമാം മഹ്ദിയെ കൊന്നെടുക്കാൻ യാത്രയാകുമ്പോ, 12 അബ്ദാലുകളും ഇമാം മഹ്ദിയെ ബൈഅത്ത് ചെയ്ത മുസ്ലിമീങ്ങളും ഇമാം മഹ്ദി അവരോട് പോരാടും. ആ പോരാട്ടത്തിന്റെ നടുവിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനൊടുവിൽ ഇമാം മഹ്ദി 96,000-ഓളം വരുന്ന ജൂമ സമൂഹത്തെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ